മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ പുതിയ കണക്കുകൾ മുഖ്യമന്ത്രി വിശദീകരിക്കും. വിവാദ വിഷയങ്ങളിലും കൂടുതൽ പ്രതികരണം ഉണ്ടായേക്കും. വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുന്നു. സജിത്ത്, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ പ്രധാന ആംഗിൾ കോവിഡ് തന്നെ ആയിരിക്കുമോ? തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ള പ്രഖ്യാപനം, കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? രേണുക, ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം പതിവ് കോവിഡ് കണക്കുകൾക്കപ്പുറം സംസ്ഥാനത്ത് വളരെ ആശങ്കയുയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇന്ന് ചില സുപ്രധാന പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും പറഞ്ഞേക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വാർത്താ സമ്മേളനം അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. നാളെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. കാരണം നാളെ സജിത്ത്, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിനായി എത്തിയിരിക്കുകയാണ്. അവലോകന യോഗത്തിന് ശേഷം ഒരുപക്ഷെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണ് ഉണ്ടായത്. ഇന്ന് സംസ്ഥാനത്ത് 4538 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച 20 പേർ മരണമടഞ്ഞു. 57,879 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3,997 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്തത് 249 പേരാണ്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 67 പേർ ആരോഗ്യപ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 36,027 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 3,347 പേർ രോഗമുക്തരായിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 1,79,922 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 57,879 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. വലിയ തോതിലുള്ള വ്യാപനത്തിലേക്ക് പോകുമെന്ന ആശങ്കയാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ 7,000-ലേറെ കേസുകളാണ് ഉണ്ടായത്. ഇന്ന് ഫലം എടുത്തത് കുറച്ച് നേരത്തെയാണ്, റിവ്യൂ മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാവാം കുറഞ്ഞത്. സ്വാഭാവികമായും ഇതും കൂടി നാളത്തെ കണക്കിൽ വരികയാണ് ചെയ്യുക. ഇത്രയും നാൾ രോഗവ്യാപനത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്ന ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ രോഗനിയന്ത്രണത്തിൽ നാം ബഹുദൂരം മുന്നിലായിരുന്നു. അതിനാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇളക്കം വന്നിട്ടുള്ളത്. ശരാശരി 20 ദിവസം കൂടുമ്പോൾ രോഗികളുടെ എണ്ണം ഇരട്ടിക്കുന്നതായാണ് കാണുന്നത്. ഇന്ന് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവ്യൂ യോഗത്തിൽ ചർച്ച ചെയ്തു. വിവിധ വകുപ്പ് മേധാവികൾക്കും
പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം ജില്ലാ കലക്ടർമാരും ജില്ലാ പോലീസ് മേധാവികളും പങ്കെടുത്തു. കേസ് പെർ മില്യൺ കേരളത്തിൽ 5143 ഇന്ത്യൻ ശരാശരി 5852. പക്ഷേ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ദേശീയ ശരാശരിയേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദേശീയ ശരാശരി 1.6%. കേരളത്തിലത് 0.4% മാത്രമാണ്. 0.4% മാത്രം. രോഗികൾ നമ്മൾ നൽകുന്ന മികച്ച പരിചരണത്തിൻ്റെയും സൗകര്യങ്ങളുടെയും ഗുണഫലമായാണ് ഈ രീതിയിൽ സംഭവിച്ചിട്ടുള്ളത്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിന് ആനുപാതികമായി മരണപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം. രോഗവ്യാപനം ഉയരാതെ നോക്കിയാൽ മാത്രമേ മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കൂ. രോഗം കൂടുന്ന സ്ഥിതിവിശേഷമുള്ളതിനാൽ അതിനെ നേരിടുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ സർക്കാർ ശക്തമാക്കുകയാണ്. കുറഞ്ഞ ദിവസത്തിനിടയിൽ വലിയ തോതിലുള്ള വർധനയാണ്. ഈ സാഹചര്യത്തിൽ വ്യാപനം തടഞ്ഞു നിർത്തൽ വളരെ പ്രധാനമാണ്. വ്യാപന സാധ്യത കുറയ്ക്കാനുള്ള ഇടപെടൽ നേരത്തെ തന്നെ നാം തീരുമാനിച്ചതാണ്. കേരളത്തിൻ്റെ അന്തരീക്ഷം മാറിയതും ഇത് നടപ്പാക്കാൻ തടസ്സമായിട്ടുണ്ട്. ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പോലീസിന് ക്രമസമാധാന പാലനത്തിൽ വലിയ തോതിൽ ശ്രദ്ധിക്കേണ്ടതായി വന്നു. അപ്പോൾ അടിസ്ഥാനപരമായി ഒരു തടസ്സമായി ഇത് മാറി. പക്ഷേ ഇനി നമുക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. കർശന നടപടികളിലേക്ക് നീങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. സാമൂഹിക അകലം പാലിക്കാത്തവർക്ക് എതിരെ കർശന നടപടിയെടുക്കണം. അകലം പാലിക്കാതെ നിൽക്കുന്ന കടകളിൽ കട ഉടമകൾക്കെതിരെ നടപടി ഉണ്ടാവണം. ഇത് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. ഒരു കടയിൽ കടയുടെ വിസ്തീർണം അനുസരിച്ച് എത്ര ആളുകൾക്ക് ഒരേ സമയം കടക്കാം. കടയിൽ കടന്നവർ എന്തെല്ലാം കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കണം, അതായത് ഗ്ലൗസ്, മാസ്ക്, സാനിറ്റൈസർ ഉപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആ കടയിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ആ കടയിൽ ഒരേ സമയം നിൽക്കാവുന്ന ആളുകളിൽ അധികമുണ്ടായാൽ അവർ പുറത്ത് നിശ്ചിത അകലം പാലിച്ച് നിൽക്കണം, ക്യൂ ആയിട്ട് നിൽക്കണം, കൂട്ടം കൂടി നിൽക്കരുത്. ആ അകലം പാലിക്കുന്നതിന് സ്ഥലം മാർക്ക് ചെയ്ത് നിർത്തുകയും വേണം. ഇത്തരത്തിൽ കടയുടമയുടെ ഉത്തരവാദിത്വം വരികയാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കണമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ അത് അതേ രീതിയിൽ നടപ്പാക്കുന്നതിന് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ വന്ന മാറ്റം തടസ്സം സൃഷ്ടിച്ചു. അപ്പം ഇതാണ്
വീണ്ടും കർക്കശമാക്കാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ പാലിച്ചില്ലെങ്കിൽ കടക്ക് നേരെയുള്ള നടപടികളുണ്ടാവും, കട അടച്ചിടേണ്ടതായിട്ടും വരും. അതേപോലെ തന്നെ കല്യാണത്തിന് 50 പേരാണ് സാധാരണ നിലയിൽ കൂടാവുന്നത്. ശവദാഹത്തിന് 20 പേര് എന്നും നേരത്തെ കണക്കാക്കിയതാണ്. ഇത് അതേ രീതിയിൽ തന്നെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അതേ നിലയിൽ നടപ്പാക്കാൻ നല്ലതുപോലെ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഇതിലും മാറ്റം വരുന്നുണ്ട്. അത് സമ്മതിക്കാനാവില്ല. കാരണം ഈ കൂടിച്ചേരൽ, ആൾക്കൂട്ടം പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് വ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായി വരുന്നത്. ചില പരിപാടികളിൽ പങ്കെടുത്തത്, ഇന്ന് ഒരു റിവ്യൂ മീറ്റിംഗ് നടന്നപ്പോൾ ആ റിവ്യൂ മീറ്റിങ്ങിൽ ഒരു കലക്ടർ സംസാരിക്കുന്നത് കേട്ടത്, ഒരു സ്ഥലത്ത് ശവദാഹത്തിൽ പങ്കെടുത്ത ഏറെക്കുറെ എല്ലാവർക്കും കോവിഡ് ബാധിച്ചു എന്നാണ്. ഇതാവശ്യമായ ശാരീരിക അകലം പാലിക്കാനും കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കാനും തയ്യാറാകാത്തതിൻ്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചു. ഇതിന് ഇന്നുള്ള സംവിധാനം മാത്രം പോരാ. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ, തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, വളണ്ടിയർമാർ, പോലീസ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ, ഇങ്ങനെയെല്ലാം ഉള്ളവരാണ് കുറേ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തുടർച്ചയായി പ്രവർത്തിച്ചും ഇതിൻ്റെ ഭാരം താങ്ങിയും ചിലർ രോഗം വന്നുമെല്ലാം വല്ലാതെ ക്ഷീണത്തിലായിട്ടുണ്ട്. അപ്പോൾ പുതിയ ആളുകളെ ഈ രംഗത്ത് സഹായത്തിനായി നൽകേണ്ടി വരും. അതുദ്ദേശിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയുണ്ട്. സംസ്ഥാന സർക്കാർ സർവീസിൽ ഗസ്റ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ഇക്കാര്യത്തിൽ സഹായിക്കാൻ പറ്റിയവരാണ്. അപ്പോൾ അത്തരം ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കും. അങ്ങനെയുള്ള ഗസ്റ്റഡ് ഓഫീസർമാർ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഈ കാര്യങ്ങളുടെ ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കും. അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം ഇവർക്ക് നൽകും. അതിന് പ്രത്യേകമായ ചില അധികാരങ്ങളും തൽക്കാലം അവർക്ക് നൽകും. അത്തരത്തിൽ ഒരു ഇടപെടൽ സംസ്ഥാനത്താകെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടാകണമെന്നാണ് കാണുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ ഒരാളാണെങ്കിൽ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും എടുത്താൽ ഒരാൾ പോരാതെ വരും. അപ്പോൾ ആവശ്യമായത്ര ആളെ നിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇതോടൊപ്പം പൊതുസ്ഥലത്ത് ഇറങ്ങുന്നവരും
യാത്ര ചെയ്യുന്നവരുമെല്ലാം മാസ്ക് ധരിക്കണമെന്ന് നമ്മൾ കുറേ കാലമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാസ്ക് ധരിക്കാത്തവർക്കിപ്പോൾ പിഴയുമുണ്ട്. ഇത് കുറേ കാലമായല്ലോ. ഇപ്പോഴും മാസ്ക് ധരിക്കാത്ത ആളുകളുണ്ടാകുമ്പോൾ പിഴ വർദ്ധിപ്പിക്കേണ്ടതായി വരുമെന്നാണ് കാണുന്നത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. സംസ്ഥാനത്താകമാനം 225 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. രോഗലക്ഷണം കുറഞ്ഞതോ ഇല്ലാത്തതോ ആയ രോഗികളെ പരിചരിക്കുന്നതിനാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്രയും CFLTCകളിലായി 32,979 ബെഡുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ 19,478 ബെഡുകളിൽ ഇപ്പോൾ രോഗികളെ ചികിത്സക്കായി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. കോവിഡ് മുക്തർക്ക് പലവിധ അസുഖങ്ങൾ വരാനിടയുള്ളതായ റിപ്പോർട്ടുകളുണ്ട്. കോവിഡ് ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷം ചില അസുഖങ്ങൾ വരുന്നതായി പറയുന്നുണ്ട്. അതിന് പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക് ആരംഭിക്കുന്ന കാര്യം ആലോചിക്കുന്നതാണ്. ആവശ്യമായ രീതിയിൽ പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രോഗലക്ഷണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ 38 കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളും സംസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിൽ 18 അഡ്മിഷൻ ആരംഭിക്കുകയും 689 രോഗികൾ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ICU സൗകര്യങ്ങൾ, വെന്റിലേറ്ററുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, ഇത്തരത്തിൽ രോഗികളുടെ പരിചരണത്തിനും സുരക്ഷയ്ക്കും ആവശ്യമായ സൗകര്യങ്ങളെല്ലാം സർക്കാർ പരമാവധി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ സ്ഥിതി കൂടുതൽ ഗുരുതരമായിട്ടുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. 918 പേർക്ക്. അതിൽ 900 പേർക്കും സമ്പർക്കം മൂലവുമാണ്. കോട്ടയം ജില്ലയിൽ എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളിലും കോവിഡ് ബാധിതരുണ്ട്. രോഗികളുടെ എണ്ണം കഴിഞ്ഞ 3 ദിവസമായി ഗണ്യമായി വർദ്ധിക്കുന്നു. വാഴപ്പള്ളി, കോട്ടയം, ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി, പാമ്പാടി തുടങ്ങിയ മേഖലകളിൽ സമ്പർക്ക വ്യാപനം ശക്തമാണ്. 10 ദിവസത്തിനുള്ളിൽ തൃശ്ശൂർ ജില്ലയിൽ വർദ്ധിച്ചത് 4000 രോഗികളാണ്. 60 വയസ്സിന് മുകളിലുള്ള 73 പേർക്കും 10 വയസ്സിന് താഴെയുള്ള 28 പേർക്കും ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചു. വയനാട് ജില്ലയിൽ കൗമാരക്കാരിലും യുവാക്കളിലുമാണ് കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്നതായി കാണുന്നത്.
ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 172 പേരിൽ 105 പേരും 10-നും 40-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 16 പേർ 10-ൽ താഴെ പ്രായമുള്ളവർ, 12 പേർ 60-ന് മുകളിൽ പ്രായമുള്ളവർ. കണ്ണൂർ ജില്ലയിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് രോഗബാധ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിലെ ജീവനക്കാർക്ക് കോവിഡ് പ്രതിരോധ നടപടികളെയും സുരക്ഷാ മാർഗങ്ങളെയും കുറിച്ച് പരിശീലനം നൽകും. ജില്ലയിൽ 3 ആശുപത്രികൾ ഉൾപ്പെടെ 6 ആക്റ്റീവ് ക്ലസ്റ്ററുകളാണ് ഉള്ളത്. 13 ക്ലസ്റ്ററുകളിലെ രോഗബാധ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു. വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള നടപടികളുടെ ഭാഗമായി ഒക്ടോബർ 1 മുതൽ 7 വരെ വ്യാപകമായ പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പനി, ചുമ, തൊണ്ടവേദന തുടങ്ങി നേരിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവർക്കും ഗൃഹചികിത്സ നിർദ്ദേശിക്കും. ഒരു വീട്ടിൽ ഒരാൾ പോസിറ്റീവായാൽ കുടുംബാംഗങ്ങളെ കർശനമായ ഗൃഹനിരീക്ഷണത്തിലാക്കും. രോഗലക്ഷണങ്ങളുള്ളവരെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്യും. രോഗലക്ഷണങ്ങളില്ലാത്തവർ പനി, ചുമ, തൊണ്ടവേദന തുടങ്ങി ചെറിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവർ ആശുപത്രിയിൽ നിന്നും രോഗലക്ഷണങ്ങൾ ശമിച്ച് തിരികെ എത്തുന്നവർ എന്നിവർക്കാണ് ഗൃഹചികിത്സ. ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കാർക്കും പരിചിതമല്ലാത്ത സാഹചര്യമാണിത്. ഇതിനെ മറികടക്കാൻ സാധ്യമായ എല്ലാ വഴികളും സ്വീകരിക്കേണ്ടി വരും. എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഇതിനെ നേരിടേണ്ടത്. തുടക്കം മുതൽ സർക്കാർ ആ നിലപാടാണ് സ്വീകരിച്ചത്. ഗുരുതരമായ അടിയന്തര സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനെക്കുറിച്ച് ആലോചിക്കാനും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനും നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 4:30 ഓൺലൈൻ വഴിയാണ് യോഗം ചേരുക. ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം, നവമാധ്യമ സങ്കേതങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ ഹീനമായ ആക്രമണം നടത്തുന്ന സംഭവങ്ങൾ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. സ്ത്രീകളെ അവമാനിക്കുന്ന തരത്തിൽ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ, മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിലായി 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ആൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 364A(1), 509, കേരള പോലീസ് ആക്ട് 120(O) എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. വിവാദമായ വീഡിയോ നീക്കം ചെയ്യണമെന്ന് യൂട്യൂബ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു വ്യക്തിക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഭാഗ്യലക്ഷ്മി നൽകിയ പരാതിയിലും
FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം 364A(1)(4), 506, 509, കേരള പോലീസ് ആക്ട് 120(O) എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. IT ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി 2 കേസുകളിൽ ഉൾപ്പെടുത്താൻ കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട്. അനുവാദം ലഭിച്ചാൽ ഉടൻ തന്നെ ആ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയ ശേഷം കേസിൻ്റെ അന്വേഷണം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷന് കൈമാറും. ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും ആക്രമിച്ചെന്നും കാണിച്ച് ഭാഗ്യലക്ഷ്മിയും വിജയ് P. നായരും പ്രത്യേകം നൽകിയ പരാതികളിൽ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെറുകിട സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കുകളിൽ പരമാവധി സംരംഭങ്ങൾ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബശ്രീയുടെ സംരംഭ പദ്ധതിയും ചെറുകിട സൂക്ഷ്മ സംരംഭ പദ്ധതികളും ഇത്തരം ഉദ്ദേശത്തോടെയാണ് സർക്കാർ നടപ്പാക്കുന്നത്. സംരംഭകർക്ക് KFCയുടെ വായ്പാ അനുമതി പത്രം വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിച്ചു. പ്രളയബാധിതമായ 14 ബ്ലോക്കുകളിൽ കാർഷികേതര മേഖലയിൽ 16,800 പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. ഇതിനുള്ള മൂലധനം കുറഞ്ഞ പലിശക്ക് ബ്ലോക്ക് തല സമിതികൾ ലഭ്യമാക്കും. ഇതിനായി 70 കോടി രൂപയാണ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. പരമാവധി 2.5 ലക്ഷം രൂപ വായ്പ നൽകുന്ന 3000 വ്യക്തിഗത പദ്ധതികളും 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന 2000 സംഘപദ്ധതികളും ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 10,000 പേർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. സൂക്ഷ്മ ഇടത്തരം ചെറുകിട മേഖലയിൽ 2,550 സംരംഭങ്ങൾക്ക് അംഗീകാരം ലഭ്യമാക്കി. Channels, 15 languages, 26 states, 1,200 43 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സ്റ്റേഡിയങ്ങൾക്കും 1000 കോടി രൂപ അനുവദിച്ചു. കിഫ്ബി അംഗീകരിച്ച 43 കായിക സമുച്ചയങ്ങളിൽ 26 എണ്ണത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്ത് 43 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, 27 സിന്തറ്റിക് ട്രാക്കുകൾ, 33 സ്വിമ്മിംഗ് പൂളുകൾ, 33 ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഇവയെല്ലാം ഉണ്ടാകും. ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന ഉന്നത നിലവാരമുള്ള കളിക്കളങ്ങളാണ് ഒരുക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഈ സേവനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അപേക്ഷകരുടെ മുൻഗണനാടിസ്ഥാനത്തിൽ സോഫ്റ്റ്വെയർ വഴി പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാകും. ഫയലുകളെല്ലാം വെബ് അധിഷ്ഠിതമായാണ് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് ജീവനക്കാർക്ക്
ആവശ്യമെങ്കിൽ വീട്ടിലിരുന്ന് ഓഫീസ് പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. സർക്കാർ നയത്തിനനുസൃതമായി ഓപ്പൺ സോഴ്സ് ടെക്നോളജിയിലാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുള്ളത്. അതിലൂടെ പഞ്ചായത്തുകൾക്ക് ലൈസൻസ് ഇനത്തിലുള്ള ഭീമമായ ചെലവ് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇതിലൂടെ വിനിമയം ചെയ്യപ്പെടുന്ന വിവരങ്ങൾ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. വലിയ തോതിൽ ജനസേവനം നടത്തുന്ന പഞ്ചായത്തുകൾക്ക് ഫലപ്രദമായി ഇടപെടുന്നതിനും പുതിയ സംവിധാനം വഴി കഴിയും. ഇന്ന് ശബരിമല തീർത്ഥാടനത്തെക്കുറിച്ചുള്ള ഒരുക്കങ്ങളുടെ കാര്യത്തിലുള്ളൊരു യോഗം നടന്നിരുന്നു. ശബരിമല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനവും മകരവിളക്കും പ്രതീകാത്മകമായി ചുരുക്കാതെ പരിമിതമായ എണ്ണം തീർത്ഥാടകരെ അനുവദിച്ചുകൊണ്ട് നടത്തുന്നതിനാണ് തീരുമാനിച്ചത്. ശബരിമല ലക്ഷക്കണക്കിൽ ആരാധകരെ ആകർഷിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. കോവിഡ് വലിയ തോതിൽ വ്യാപിക്കുന്നൊരു സാഹചര്യത്തിൽ ശബരിമലയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് എത്തിപ്പെടുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ പരിമിതി ഏർപ്പെടുത്തി. എന്നാൽ ശബരിമല തീർത്ഥാടനത്തിൻ്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടപടിക്രമങ്ങളും അതേപോലെ തന്നെ അനുവർത്തിക്കുക എന്ന നിലയാണ് ഇന്നത്തെ യോഗം കൈക്കൊണ്ടത്. ഇതിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരും. അതിലേറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവ. പോണ്ടിച്ചേരിയും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് സാധാരണ ഒരു നിയന്ത്രണവുമില്ലാതെ ആളുകൾക്ക് വരാം. ഇത്തവണ അത് പറ്റില്ല. ഒരു നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രമേ വരാൻ പറ്റൂ. ആ എണ്ണം എത്രയാവാം എന്നത് എല്ലാ സ്ഥിതിഗതികളും ശരിയായ രീതിയിൽ വിലയിരുത്തി പ്രിൻസിപ്പൽ സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്ന ചീഫ് സെക്രട്ടറി, സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റി ശുപാർശ ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പോലീസ് മേധാവി, ഹോം സെക്രട്ടറി, ദേവസ്വം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരടങ്ങിയ സമിതി പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും വകുപ്പ് സെക്രട്ടറിയെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്താനുള്ള അധികാരവും ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ, ആവശ്യമായ ക്രമീകരണങ്ങൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഉദ്യോഗസ്ഥർ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനങ്ങളിൽ പോയി അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യണം.
അതിൻ്റെ കൂടെ ആവശ്യമായ പ്രചരണത്തിനുള്ള സംവിധാനങ്ങളും ഒരുക്കണം. അതോടൊപ്പം തന്നെ ആന്ധ്ര, തെലുങ്കാന, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായി ദേവസ്വം മന്ത്രിതലത്തിൽ ചർച്ച നടത്താനും ആശയങ്ങൾ കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനത്തിന് പൂർണ്ണമായും വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെയാണ് തീർത്ഥാടകർ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അത് നിശ്ചിത എണ്ണം തീർത്ഥാടകർക്ക് മാത്രമായിരിക്കും ഈ വർഷത്തെ പ്രവേശനം. അപ്പോൾ ഓരോ തീർത്ഥാടകനും എത്തിച്ചേരേണ്ട സമയം കൃത്യമായി നിശ്ചയിക്കും. തീർത്ഥാടകരുടെ കൂട്ടത്തിൽ 65 വയസ്സിന് മേലെയുള്ളവർ ഒഴിവാകുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ കുട്ടികളും ഒഴിവാകേണ്ടതായിട്ടുണ്ട്. കോവിഡ് രോഗബാധിതർ തീർത്ഥാടനത്തിന് എത്താതിരിക്കുക, അത് ഇതോടൊപ്പം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിനായി വിവിധ കേന്ദ്രങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി കോവിഡ് സർട്ടിഫിക്കറ്റോടുകൂടി, കോവിഡ് മുക്തമാണ് എന്ന സർട്ടിഫിക്കറ്റോടുകൂടി തീർത്ഥാടകൻ വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ ആരോഗ്യവകുപ്പിൻ്റെ സഹായത്തോടെ മറ്റൊരു ടെസ്റ്റ് നടത്തും. തീർത്ഥാടകർ സാധാരണ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ പോയി ദർശനം നടത്തുന്നതിന് മുൻപായാലും അതിന് ശേഷമായാലും കുറേ സമയം ശബരിമലയിൽ ചെലവിട്ട് തിരിച്ചു വരുന്ന രീതിയാണ് ഉണ്ടാകാറ്. എന്നാൽ ഇത്തവണ അത് പറ്റില്ല. ഇത്തവണയുള്ള മറ്റൊരു പ്രയാസം, ഒരാൾ ഉപയോഗിച്ച പ്ലേറ്റ് വൃത്തിയാക്കി മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പേപ്പർ പ്ലേറ്റിൽ അന്നം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാനിറ്റേഷൻ സൊസൈറ്റി വഴി തമിഴ്നാട്ടിലെ തൊഴിലാളികളെ വിന്യസിച്ചായിരുന്നു മുൻ വർഷങ്ങളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തീർത്ഥാടകരുടെ എണ്ണം ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള സമിതി നിശ്ചയിക്കുന്ന മുറക്ക് എത്ര തൊഴിലാളികളെ ഇതിന് ലഭ്യമാക്കണം എന്ന് തീരുമാനിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. അവശ്യ സാധനങ്ങളുടെ ലഭ്യതയ്ക്ക് കടകളുടെ ലേലം ചെയ്തു പോകാനുള്ള സാധ്യത കുറഞ്ഞതിനാൽ കൺസ്യൂമർ ഫെഡ്, സപ്ലൈകോ തുടങ്ങിയവയുടെ സേവനം ലഭ്യമാക്കും. KSRTC ബസ്സിൽ തീർത്ഥാടകർക്ക് സാമൂഹ്യ അകലം പാലിക്കുന്ന തരത്തിൽ കൂടുതൽ എണ്ണം ബസ്സുകൾ വിന്യസിക്കും. മറ്റൊരു പ്രശ്നമുള്ളത്, ഭക്തർ മല കയറുമ്പോൾ മാസ്ക് ധരിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ മല കയറുന്ന ഘട്ടത്തിൽ മാസ്ക് ധരിക്കുന്നത് അത് ആരോഗ്യ പ്രശ്നം ആരോഗ്യവകുപ്പ് പരിശോധിക്കേണ്ടതാണെന്ന് കണ്ടിട്ടുണ്ട്.
ഇത് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത്. സാധാരണഗതിയിൽ എക്സസൈസ് എടുക്കുമ്പോഴൊക്കെ ഈ മാസ്ക് വേണ്ട എന്ന് പറയുന്നൊരു നിലയുണ്ട്. ഇത് വലിയ ആയാസപ്പെട്ടൊരു പണിയാണല്ലോ മല കയറൽ. അപ്പോൾ ആ ഘട്ടത്തിൽ മാസ്ക് ഉണ്ടാകുന്നത് ഗുണകരമാണോ എന്നുള്ളത് ആരോഗ്യവകുപ്പ് പരിശോധിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത്. നെയ്യഭിഷേകത്തിനുള്ള നെയ്യ് ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന സ്ഥലത്ത് ശേഖരിക്കും. എന്നിട്ടത് അഭിഷേകം നടത്തിയ നെയ്യ് തീർത്ഥാടകന് ലഭ്യമാക്കാൻ പ്രത്യേക ക്രമീകരണം ഉണ്ടാക്കുന്ന കാര്യവും പരിശോധിക്കുന്നതാണ്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്ര പൂർണ്ണമായും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് മാത്രമേ ഇത്തവണ നടത്താനാവുകയുള്ളൂ. പമ്പ, എരുമേലി എന്നിവിടങ്ങളിൽ സ്നാനഘട്ടങ്ങളിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പമ്പയിലൊക്കെ ഇറങ്ങിക്കുളിക്കുക എന്ന് പറയുന്നത് ഇത്തവണ പ്രയാസമുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു ഷവർ സിസ്റ്റം ഉണ്ടാക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തും. ഇത്രയുമാണ് ഇന്ന് വിവരങ്ങൾ കൈമാറാനുള്ളത്. രോഗികളുടെ എണ്ണം തുടർച്ചയായി വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഹലോ കേൾക്കാം? കേൾക്കുന്നുണ്ട്. രോഗികളുടെ എണ്ണം ഇങ്ങനെ 7000-ന് മുകളിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ ഒരു സമ്പൂർണ്ണ അടച്ചിടലിനെ കുറിച്ച് വല്ലതും സംസ്ഥാനം ആലോചിക്കുന്നുണ്ട്? നാളത്തെ സർവകക്ഷി യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട വല്ല ചർച്ചകൾ വരാൻ സാധ്യതയുണ്ടോ? നാളെ സർവകക്ഷി യോഗത്തിൽ ചർച്ച എങ്ങനെയാണ് വരിക എന്ന് ഇപ്പോഴേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും ഗുരുതരാവസ്ഥ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. സർക്കാരിൻ്റെ ഉദ്ദേശം ഒരു അടച്ചിടലിലേക്ക് പോവുക എന്നുള്ളതല്ല. എന്നാൽ അതേസമയം കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചു പോകണം. അതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്. ആവശ്യമായ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു പോകണം. അതിലേറ്റവും പ്രധാനം മാസ്ക് ധരിക്കൽ, ശാരീരിക അകലം പാലിക്കൽ. ഇതിൽ വല്ലാതെ ഒരു ലാഘവ നില വന്നിട്ടുണ്ട്. ഇതൊന്നൊരു സാരമില്ല എന്നൊരു ബോധം ചില ആളുകളിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് കാണുന്നത്. അത് അങ്ങേയറ്റം അപകടകരമായൊരു നിലയാണ്. ആരോഗ്യമുള്ളവർക്കടക്കം രോഗം ചില ഘട്ടത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കോവിഡ് വന്നു പോയതിന് ശേഷവും പ്രത്യാഘാതങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു പോകണം. ശാരീരിക അകലം പാലിക്കണം. ക്വാറന്റൈനിൽ കഴിയേണ്ടവർ ക്വാറന്റൈനിൽ തന്നെ കഴിയണം. അത് പൂർണ്ണമായും ക്വാറന്റൈൻ തന്നെ ആവണം. മറ്റു തരത്തിൽ ബന്ധപ്പെടാൻ പാടില്ല. ഇങ്ങനെയുള്ള കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ ഗൗരവമായി പാലിച്ചാൽ നമുക്ക് ഈ വ്യാപനത്തിൻ്റെ തോത് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാണ് നാളത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നാൽ അധികം വൈകാതെ 10,000 കിടക്കുമെന്നൊരു അവസ്ഥയിലാണ്. അപ്പോൾ അതിനാവശ്യമായ ആശുപത്രി സൗകര്യങ്ങളുണ്ടോ? സർക്കാർ മേഖലയിലുണ്ടോ? അതോ സ്വകാര്യ ആശുപത്രികളെ കൂടുതലായി ആശ്രയിക്കേണ്ട വരുന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ? ആശുപത്രി സൗകര്യം ഇപ്പോഴുണ്ട്. പക്ഷേ ആശുപത്രി സൗകര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു വല്ലാതെ പരിധി കടന്നാൽ നമ്മൾ വിഷമിക്കുമല്ലോ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ നല്ല രീതിയിൽ ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനവും നമുക്കുണ്ട്. ആവശ്യമായത്ര വെന്റിലേറ്ററുകളുണ്ട്, ICU സൗകര്യമുണ്ട്, ആവശ്യമായ ബെഡുകളുണ്ട്. അതിലൊന്നും പ്രയാസം നമുക്കിപ്പോഴില്ല. പക്ഷേ എണ്ണം വല്ലാതെ വർദ്ധിച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് മാത്രം പോരാല്ലോ. നമ്മുടെ കയ്യിലുള്ളതെന്ന് ഞാൻ പറയുന്നത് സർക്കാർ ആശുപത്രികൾ മാത്രമല്ല, സ്വകാര്യ ആശുപത്രികളെ കൂടി ഉദ്ദേശിച്ച് തന്നെയാണ്. സർക്കാരും സ്വകാര്യ ആശുപത്രികളും കൂടിയാൽ തന്നെ
നമ്മുടെ വളരെ വിപുലമായ സൗകര്യമാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ വലിയ തോതിൽ വ്യാപിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രയാസങ്ങളുണ്ടാവും. അതൊഴിവാക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ചേരിയിൽ ഇന്നലെ 2 ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചു. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല? ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വീഴ്ച ഒരു അന്വേഷണത്തിൽ മാത്രം ഒതുക്കാതെ അടിയന്തര നടപടിയല്ലേ വേണ്ടത്? അത് ഏത് നടപടിക്കും അന്വേഷണം വേണം. അതാണല്ലോ നമ്മുടെ സർവീസിൻ്റെ ഒരു ചട്ടം. അതിൻ്റെ ഭാഗമായി ആരോഗ്യമന്ത്രി അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുറ നടപടികളിലേക്ക് കടന്നിട്ടുമുണ്ട്. മാസ്കിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ വളരെ കൃത്യമായ അതിനെ സംബന്ധിച്ച നിർദ്ദേശം കൊടുക്കുന്നത്. ഇപ്പൊ പലപ്പോഴും കാണുന്നത് എല്ലാ ആളുകളും മാസ്ക് ധരിക്കുന്നുണ്ട്. പക്ഷേ അവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോഴോ വാഹനത്തിലോ ഒക്കെ അവരിങ്ങനെ മാസ്ക് ധരിക്കുന്നു. പക്ഷെ ആൾക്കാരുടെ ഒരു ഇടയിലേക്ക് പോകുമ്പോൾ അവർ മാസ്ക് ഊരിയിട്ട് സംസാരിക്കുന്നതാണ്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് നിർത്തുമ്പോഴൊക്കെ ആയാൽ പോലും. അപ്പോൾ സത്യത്തിൽ മാസ്ക് വളരെ വ്യാപകമായ സാഹചര്യത്തിൽ ഈ മാസ്ക് എത്തരം സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടത്, എത്തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ക്യാമ്പയിൻ പ്രത്യേകമായി നടത്തേണ്ട ഒരു ആവശ്യമില്ലേ? അതൊരു ചോദ്യമാണ്. അതിൻ്റെ കൂടെ മറ്റൊരു ചോദ്യം കൂടി, ഈ നമ്മുടെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ATMകൾ ഏറ്റവും കൂടുതൽ രോഗവ്യാപന സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നഗരത്തിലുള്ള ATMകളൊക്കെ ഏകദേശം സാനിറ്റൈസറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അത് അത്രത്തോളം പാലിക്കുന്നില്ല എന്നാണ് നമ്മുടെയൊക്കെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. കാര്യം ഗ്രാമപ്രദേശങ്ങളിലെ ATMകളിലൊന്നും ഇത്തരം സാനിറ്റൈസർ സൗകര്യങ്ങളില്ല. അപ്പോൾ ഈ 2 വിഷയത്തെ ഒരു അഭിമുഖീകരിക്കുന്നു. അല്ല, മാസ്കിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര അവബോധം ഈ സാധാരണഗതിയിൽ ഇപ്പം തന്നെ ഉണ്ട്. പക്ഷേ എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഈ സംസാരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ക്യാമറയും കൊണ്ടൊക്കെ പോകുന്ന ഘട്ടത്തിൽ ഇത് നീക്കാനുള്ളൊരു പ്രവണത പൊതുവെ കാണുന്നുണ്ട്. അതല്ലാതെ സാധാരണഗതിയിൽ അവരവരുടെ രക്ഷക്കും മറ്റുള്ളവരുടെ രക്ഷക്കും ഇത് പൂർണ്ണമായി ധരിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആളുകളുമായി സംസാരിക്കുമ്പോഴായാലും, ഒരു യോഗത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴായാലും, മറ്റു തരത്തിൽ സഞ്ചരിക്കുമ്പോഴായാലും എല്ലാം മാസ്ക് ധരിക്കുക എന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അതിലൊരു മാറ്റം വരാൻ പാടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടി പ്രചരണപരമായിട്ട് എടുക്കണം എന്നാണെങ്കിൽ ആ പ്രചരണം നമുക്കെടുക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. കൂടുതൽ വ്യാപകമായ പ്രചരണം ആ കാര്യത്തിൽ കൊടുക്കാം. പക്ഷേ ഇത് സാരമില്ല എന്നൊരു ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ആളുകൾ ചിലർ ഇതിങ്ങ് താത്തി ഇട്ടാൽ അത് മാസ്ക് ധരിക്കലായി എന്ന് കണക്കാക്കുന്നുണ്ട്. മാസ്കായി തന്നെ ഉണ്ടാവണം എന്ന നിലയിലേക്ക് നമുക്കൊരു പ്രചരണത്തിലേക്ക് കടക്കാം. ATMൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാം. ബാങ്കുകൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിക്കാവുന്നതാണ്. ലൈഫ് മിഷൻ CEO UV ജോസിനെ ഈ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അധിക ചുമതല കൂടി നൽകിയിരിക്കുന്നത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കാനാണെന്നാണ് ആരോപണം. അതുപോലെ തന്നെയാണ് ഈ വിജിലൻസ് അന്വേഷണവും കേസ് അട്ടിമറിക്കാനാണ് ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് നീക്കം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് എന്നും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അല്ല, ആരോപണക്കാരുടെ പ്രത്യേക മനസ്ഥിതി കൊണ്ടാണ്. ഇതെല്ലാം കാര്യങ്ങളുടെ നിയമപ്രകാരം നടന്നോളൂ. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യരംഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ആരും പ്രകീർത്തിക്കുന്ന തരത്തിലുള്ളതാണല്ലോ. എന്തെല്ലാം നേട്ടങ്ങൾ നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായി. സാധാരണഗതിയിൽ തിരിച്ചു വരില്ല എന്ന് കണക്കാക്കുന്ന പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ലേ? വളരെ മികച്ച സേവനമല്ലേ അവർ കാഴ്ചവെക്കുന്നത്. ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ ഇതിനിടക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് തന്നെ സർക്കാർ എടുക്കും. ആവശ്യമായ നടപടികളിലേക്കും കടക്കും. ഭാഗ്യലക്ഷ്മിയും മറ്റു 2 സ്ത്രീകളും ഈ അശ്ലീല വീഡിയോ ഇട്ട ആളെ കൈകാര്യം ചെയ്ത വിഷയമുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് പരാതി കൊടുത്തിട്ടും പോലീസ് അന്വേഷിച്ചില്ല. അപ്പോൾ ആ യൂട്യൂബറുടെ കർണത്തടിച്ചടി അത് സർക്കാരിൻ്റെ കർണത്തടിച്ചടിയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോൾ സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഈ സൈബർ ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് പ്രത്യേക വീഴ്ചയൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ നമ്മുടെ നിയമകാര്യങ്ങളിൽ നിലനിൽക്കുന്നൊരു ദൗർബല്യമുണ്ട്. ആ ദൗർബല്യം എങ്ങനെ പരിഹരിക്കാനാകുമെന്നതുകൂടി സർക്കാർ പരിശോധിച്ച് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുക തന്നെയാണ്. ഇതൊരു കാര്യം കാണേണ്ടത്, നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹത്തോടൊപ്പം തന്നെയാണ് സർക്കാർ ഉള്ളത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും മനോവൈകൃതക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാരല്ല കേരളത്തിലെ LDF സർക്കാർ. അത് നാടിന് ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ
സ്ത്രീ സമൂഹത്തിനാകെ ബോധ്യമുള്ള കാര്യമാണ്. അത് കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ തുടക്കത്തിൽ സ്വാഗതം ചെയ്തിരുന്നതാണ് CM. പക്ഷേ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിക്ക് പിന്നാലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഈ കേന്ദ്ര ഏജൻസികൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹവും അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഈ മാറിയ സാഹചര്യത്തിൽ, അതായത് DYFI അടക്കം ഈ CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് നേരത്തെയുള്ള നിലപാട് തന്നെയാണ്. സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. ഓരോ കാര്യത്തിലും ഓരോ പ്രശ്നവും വിലയിരുത്തിക്കൊണ്ടാണ് അവർ അഭിപ്രായം രേഖപ്പെടുത്തുക. അവരുടെ അഭിപ്രായത്തിനിടയാക്കിയ ഒട്ടേറെ വസ്തുതകൾ അവരതിൻ്റെ കൂടെ തന്നെ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് അവരഭിപ്രായം രേഖപ്പെടുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എല്ലാ കാര്യങ്ങളും നിയമപരമായി പരിശോധിച്ചുകൊണ്ടല്ലേ ചെയ്യും. അപ്പോൾ ഈ കാര്യത്തിലും ആവശ്യമായ നിയമപരിശോധന സ്വാഭാവികമായും സർക്കാർ നടത്തും. അതൊക്കെ പൂർത്തിയാകുന്ന മുറക്ക് എന്താണെന്ന് നമുക്ക് കാണാം. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ബാക്കി നമുക്ക് പിന്നീടാകാം. പ്രതിപക്ഷം സമരം നിർത്തിയിട്ടുണ്ട്.